പാണക്കാട് മണ്ണിടിച്ചിലിൽ കുറ്റസമ്മതവുമായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്ത് ഒരു കാരണവശാലും ഇനി നിർമ്മാണം അനുവദിക്കില്ല. മണ്ണെടുക്കാനുള്ള അനുമതി മറികടന്ന് കല്ല് പൊട്ടിക്കാൻ ശ്രമം നടന്നിരുന്നു. ഇക്കാര്യത്തിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന് വീഴ്ച സംഭവിച്ചുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പറഞ്ഞ വാക്ക് തന്നെ അതുണ്ട്. അനധികൃതം ആണ് മണ്ണെടുപ്പ്, പാറ പൊട്ടിക്കൽ. മണ്ണെടുത്ത് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് അവർക്ക് കുറേ മുമ്പേ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് അവർ ആരും അറിയാതെ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചത്. അതാണ് ഈ പ്രോബ്ലം മുഴുവൻ. ഈ 2000 പെർമിറ്റും പാറ പൊട്ടിക്കാൻ കൊടുക്കത്തില്ല. അതാണ് എക്സ്പ്ലോസീവിന് അവർക്ക് പെർമിറ്റ്. ഞങ്ങൾ ഇവിടെ പൊട്ട് കേട്ടപ്പോഴാണ് അവിടെ മറച്ചത് കണ്ടില്ലേ, അതിനകത്ത് ആരും അറിയാതെ പൊട്ടിച്ചതാണ്. അതാണ് റോഡ് തുറന്ന് കൊടുക്കുമ്പോൾ ഇവിടെ എത്രത്തോളം സേഫാണ്. കളക്ടറും എസ് പിയും അതുപോലെ തന്നെ ജിയോളജിയുടെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉണ്ടല്ലോ. എക്സ്പെർട്ട് കമ്മിറ്റിയുടെ അഡ്വൈസ് പ്രകാരം ചെയ്യേണ്ട കാര്യമാണ്. അത് വൈകൂല. ഇന്നിപ്പോൾ വലിയ മഴയുടെ വാണിംഗ് ഉള്ളതല്ലേ, അതൊന്ന് നോക്കേണ്ടി വരും. അത് നോക്കി പിന്നെ മഴ മാറിയാൽ ഇതിനുള്ള പരിഹാരം, പെർമനൻ്റ് സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടെ ഇനി കൺസ്ട്രക്ഷൻ ഒന്നും പറ്റില്ല. ഒരുവിധ അത്തരം ആക്ടിവിറ്റീസും ഇവിടെ അനുവദിക്കൂല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കെ ടി സ്വാലിഹ് ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. സ്വാലിഹ്, ഏതായാലും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ലൈസൻസ് നൽകിയിട്ടില്ലാത്ത സ്ഥലത്താണ് ഈ മണ്ണിടിച്ചിൽ പാറ പൊട്ടിക്കൽ നടന്നത്. സമാനമായി മറ്റു പല മേഖലകളിലും ഇത്തരത്തിൽ മൈനിങ് നടക്കുന്നുണ്ടാകണം. ഏതായാലും മന്ത്രി സമ്മതിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ സർക്കാർ അറിയാതെ, ജിയോളജി വകുപ്പ് അറിയാതെ പലതും നടക്കുന്നുവെന്ന്. ഷിജു, തീർച്ചയായും പാണക്കാട് മണ്ണിടിച്ചിലിന് ശേഷം, അതായത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വീടിൽ നിന്ന് 100 മീറ്റർ പോലും ദൂരമില്ലാത്ത സ്ഥലത്താണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നുള്ള തൊട്ടടുത്ത ഭൂമിയിൽ കൂടിയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നത്. ഇന്നാണ് പക്ഷെ അദ്ദേഹം അവിടെ സന്ദർശിച്ച് ഇക്കാര്യങ്ങൾ പരസ്യമായി ജിയോളജി ഉദ്യോഗസ്ഥരെയൊക്കെ ശകാരിക്കുന്നത് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞിരുന്നു. ഈ ജിയോളജി വകുപ്പ് അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിൽ വരുന്നത് കൂടിയാണ്. അവിടെയാണ് ഈ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് അദ്ദേഹം പറയുന്നത്, തുറന്നു പറയുന്നത്. വീഴ്ച പറ്റിയിട്ടുണ്ട്, അതിനവർക്ക് കാരണം കാണിക്കാൻ നൽകിയിട്ടുണ്ട്, ഉടനെ തന്നെ നടപടിയെടുക്കും. അനധികൃതമായ പാറ പൊട്ടിക്കലാണ് അവിടെ നടന്നിട്ടുള്ളത്. മറ്റു പലയിടത്തും ഇതുപോലെ നടക്കുന്നുണ്ട്. അതെല്ലാം പരിശോധിക്കുന്നുണ്ട്. ജില്ലയിൽ ഉടൻ തന്നെ റിപ്പോർട്ട് നൽകാൻ വേണ്ടി പ്രത്യേക സ്ക്വാഡിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനനുസരിച്ച് നടപടികൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ മണ്ണെടുപ്പ് നഗരസഭ കൊടുത്ത അനുമതിയുടെ മറവിലാണ് ഈ വലിയ തോതിൽ ഇത്തരത്തിൽ പാറ പൊട്ടിച്ചു നീക്കിയത്. അത് മണ്ണ് നീക്കാൻ എടുത്ത പെർമിഷന്റെ മറവിലാണ് ഇത്തരത്തിലുള്ള ഈ മണ്ണ്, ഈ പാറയൊക്കെ അനധികൃതമായി പൊട്ടിച്ച് കൊണ്ടുപോയത്. ഇത് നിയമവിരുദ്ധമായാണ് എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ഈ ഭൂമിയുടെ ഉടമസ്ഥൻ വരെ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് അനുമതി ഉണ്ട് എന്നാണ്. അത് മണ്ണും ഈ പാറയും നീക്കുന്നതിന് അനുമതി വാങ്ങിയിരുന്നു. അത് നഗരസഭയിൽ നിന്ന് വാങ്ങിയതാണ്. പാറ പൊട്ടിച്ച് നീക്കാൻ ഇവർക്ക് അനുമതി ഉണ്ടായിരുന്നില്ല. അത് ജിയോളജി വകുപ്പ് പരിശോധിക്കണം. മാത്രമല്ല അതിന്റെ തൊട്ടടുത്തുള്ള ഭാഗത്ത് പാറ പൊട്ടിക്കുന്നുമുണ്ട്. അതും നിയമവിരുദ്ധമായാണ് എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. അതിനെതിരെ നടപടിയുണ്ടാവും. ജിയോളജി ഉദ്യോഗസ്ഥരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ച് അദ്ദേഹം ശകാരിക്കുകയും ചെയ്തു.